നിങ്ങൾ കണ്ണട ഉപയോഗിച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ അതിന് ഇപ്പോൾ നൂതനമായിട്ടുള്ള പല ചികിത്സാ രീതികളുണ്ട്. ഇതിൽ കൂടുതലായിട്ട് മയോപ്പിയ എന്ന് പറയുന്ന അസുഖമാണ് യങ് ആയിട്ടുള്ള ആളുകളിൽ കൂടുതൽ കണ്ടുവരുന്നത്. ഗ്ലാസിൻ്റെ പവറിൽ ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്നത് കണ്ണിൻ്റെ അകത്തേക്ക് പോകുന്ന വെളിച്ചം കണ്ണിൻ്റെ ഞരമ്പിൽ നേരിട്ട് പതിക്കാതെ കുറച്ചുകൂടെ മുൻപിൽ പതിക്കും. അപ്പം മുൻപിൽ പതിക്കുമ്പോൾ കണ്ണിനകത്തുള്ള ഈ ഫോം ചെയ്യുന്ന ഇമേജ് ക്ലിയർ ആവില്ല. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധാരണ രീതിയിൽ നമ്മൾ ഗ്ലാസ്സോ കോണ്ടാക്ട് ലെൻസോ ഉപയോഗിക്കുകയാണ് പതിവ്. അതില്ലാതെ കണ്ണിൽ കൃഷ്ണമണിയിലുള്ള സർജറി ചെയ്തുകൊണ്ട് ഇത് മാറ്റാനായിട്ട് സാധിക്കും. അതിൻ്റെ പല ടെക്നീക്കുകളിൽ ഒന്നാണ് ലാസിക്. കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഷേപ്പ് മാറ്റി ലേസർ ഉപയോഗിച്ച് ഷേപ്പ് മാറ്റിക്കൊണ്ട് ഈ പവറിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു. അത് 3 സ്റ്റെപ്പുള്ള ഒരു പ്രൊസീജിയറാണ്. കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ മുകളിലുള്ള ഒരു നേർത്ത പാളി ഒരു മൈക്രോകെറ്റോം എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് ഉയർത്തിയതിന് ശേഷം എക്സൈമർ ലേസർ ഉപയോഗിച്ച് അതിൻ്റെ കൃഷ്ണമണിയുടെ ഷേപ്പ് മാറ്റി ഈ പവറിൻ്റെ കറക്ഷൻ വന്നു കഴിയുമ്പോൾ അതിനകത്ത് കൂടെ പോകുന്ന വെളിച്ചം കണ്ണിൻ്റെ ഞരമ്പിൽ കൃത്യമായി പതിക്കുകയും കാഴ്ച ക്ലിയർ ആവുകയും ചെയ്യും. അങ്ങനെ ചെയ്തതിന് ശേഷം ഈ ഫ്ലാപ്പ് തിരിച്ചു വെച്ച് അത് കണ്ണിൻ്റെ കൃഷ്ണമണിയോട് ഒട്ടിച്ചേരുകയും ഒരാഴ്ചക്കകം ഇത് പൂർണ്ണമായും ഭേദപ്പെടുകയും കാര്യങ്ങൾ സാധാരണ പോലെ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഈ ഒരു ചികിത്സയിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഫെംറ്റോലാസിക്കിൽ ഈ കൃഷ്ണമണിയുടെ നേരത്തെ പറഞ്ഞ ഫ്ലാപ്പ് ഉയർത്തുന്നതിന് ഉപയോഗിക്കുന്നത് ഒരു മെക്കാനിക്കൽ മൈക്രോകെറ്റോം ആയിരുന്നു. ആ മൈക്രോകെറ്റോം അല്ലാതെ ഫെംറ്റോ ലേസർ എന്ന് പറയുന്ന ഒരു ലേസർ രശ്മി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ഫ്ലാപ്പ് നമുക്ക് കട്ട് ചെയ്യാനും അതിനകത്ത് ഇത് ഉയർത്തി ലേസർ ചെയ്ത് കറക്ഷൻ ചെയ്യാനും സാധിക്കും. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലാപ്പിൻ്റെ ഉയർത്തുന്ന രീതി കൂടുതൽ പ്രിസൈസും അതുപോലെ കോംപ്ലിക്കേഷനുകൾ കുറഞ്ഞ രീതിയിലും ആയതുകൊണ്ടും ഇത് കൂടുതൽ കൃത്യതയാർന്ന ചികിത്സ ആയതുകൊണ്ടും ഇതിൻ്റെ ഹീല് ചെയ്യാനുള്ള സമയം വളരെ കുറച്ചും അതുപോലെ നീര് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവുമാണ്. അപ്പോൾ ഇതാണ് ഫെംറ്റോലാസിക്.